എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. ഒക്ടോബർ മാസത്തിൻ്റെ ആദ്യ ദിവസം പ്രഭാതം തന്നെ കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് ആരംഭിക്കുന്നത് തന്നെ ജീവിതത്തിൽ ഒരു വലിയ ജയമായും അനുഗ്രഹമായും ഉയർച്ചയായും കാണണം. 10-ാം മാസം 1-ാം തീയതിയെക്കുറിച്ച് ഞാനൊരു വാക്യം ബൈബിളിൽ കണ്ടു. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. അതിങ്ങനെയാണ്: 10-ാം മാസം 1-ാം തീയതി പർവ്വത ശിഖരങ്ങൾ കാണായി. നോഹയുടെ പെട്ടകത്തിൽ നോഹയും കുടുംബവും 8 പേരുണ്ട്. ഭൂമിയിലുള്ള എല്ലാ മൃഗങ്ങളുടെയും ജോഡികളുണ്ട്. 1 വർഷമായിട്ട് ഇവർ ഈ പെട്ടകത്തിലാണ്. ഭൂമിയിലുള്ള ജനങ്ങൾ മുഴുവൻ, ജീവജാലങ്ങളെല്ലാം പ്രളയത്താൽ നശിച്ചു. ഭൂമി മുഴുവനും വെള്ളത്താൽ മുങ്ങിപ്പോയി. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലെ പോലെ ആഴത്തിൻ്റെ മീതെ ഇരുളായി വെള്ളം കൊണ്ട് ഭൂമി മൂടി. 2ാമത് അത് സംഭവിച്ചു. എന്നാൽ ദൈവം നോഹയും പെട്ടകത്തിലുള്ള മൃഗങ്ങളെ ഓർത്തു. 5-ാം വാക്യത്തിൽ വായിക്കുകയാണ്, പർവ്വത ശിഖരങ്ങൾ കാണാൻ തുടങ്ങി. അപ്പോൾ ഇതുപോലെ നാളുകളായി കാണാത്ത സാധ്യതകളെല്ലാം ഉണ്ടാകുമോ എന്ന് ചിന്തിക്കുന്ന, ഭയപ്പെടുന്ന സാധ്യതകളെ മാറ്റിക്കൊണ്ട് ഒരടയാളം വെളിപ്പെട്ട് വന്നു. പർവ്വത ശിഖരങ്ങൾ കാണുവാൻ തുടങ്ങി. ഇതുപോലെ ഒരിക്കലും ഇനി ഭൂമി പഴയ സ്ഥിതിയിലേക്ക് വരുമോ, ഇനി ഒരു നല്ല കാലം ഉണ്ടാകുമോ എന്നൊക്കെ ഭയപ്പെടുന്ന എല്ലാവരോടായിട്ട് പറയാം, 1-ാം തീയതി 10-ാം മാസം 1-ാം തീയതി പർവ്വത ശിഖരങ്ങൾ കണ്ടു തുടങ്ങിയതുപോലെ, ഒരു സാധ്യത കണ്ടു തുടങ്ങിയതുപോലെ ഇന്ന് മുതൽ ഒരു വലിയ സാധ്യത ഞാൻ നിങ്ങൾ കാണാൻ പോവുകയാണ്. എത്ര പേര് അതിന് ആമേൻ പറയും? അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും കാണില്ലെന്ന് പറഞ്ഞ ചിലതൊക്കെ അതിൻ്റെ അടയാളമായി പർവ്വത ശിഖരങ്ങൾ കണ്ടതുപോലെ ചില പുതിയ കാഴ്ചകൾ, കാണാൻ കൊതിക്കുന്നതും ഒരിക്കലും കാണില്ലെന്ന് വിചാരിക്കുന്നതുമായ ചില കാഴ്ചകൾ നമ്മൾ കാണാൻ പോവുകയാണ്. വിശ്വസിക്കുക, അത്ഭുതങ്ങൾ നിശ്ചയമാണ്. ദൈവം നോഹയെയും പെട്ടകത്തിലുള്ള സകല ജീവികളെയും ഓർത്തു. ദൈവം മറന്നു കളയുന്ന ദൈവമല്ല. തൻ്റെ നാമത്തിന് വേണ്ടി ചെയ്തത് മറക്കുന്ന ദൈവമല്ല. അവൻ ഓർക്കുന്ന നീതിമാൻ എന്നേക്കും ഓർമ്മയിലിരിക്കുമെന്ന് വായിക്കുന്നു. അതുപോലെ ആ തലമുറയിൽ നീതിമാനും നിഷ്കളങ്കനുമായ നോഹയെ ദൈവം ഓർമ്മയിൽ വെച്ച് സമയമായപ്പോൾ ഓർത്ത് അവൻ്റെ കുടുംബത്തെ, അവൻ്റെ കൂടെയുള്ളവരെ ആദരിച്ചതുപോലെ വലിയ നന്മകൾ ഈ 10-ാം മാസം കർത്താവ് ചെയ്യുന്നു. അത് പ്രാപിക്കുക. യേശുവിൻ്റെ നാമത്തിൽ അതങ്ങനെ തന്നെ ഉണ്ടാകട്ടെ. ആമേൻ. നമുക്ക് ചേർന്ന് യേശുവിനെ പാടി ഈ 10-ാം മാസം മുതൽ വളരെ സന്തോഷത്തോടെ ആരാധിക്കാം. കാരണം നോഹയുടെ ആരാധനയുടെ സൗരഭ്യവാസന മണുത്തപ്പോൾ ദൈവം ഈ ഭൂമിക്കെതിരെ ഉണ്ടാക്കിയ എല്ലാ ചിന്തകളും മാറ്റി പുതിയ നിയമം എഴുതി ചേർത്തു. ഇനി പ്രളയത്താൽ ഭൂമിയെ നശിപ്പിക്കില്ല, മനുഷ്യനെ ഇങ്ങനെ നശിപ്പിക്കില്ല. ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും വേനലും മഴയും വസന്തം ഒന്നും ഇനി നിന്നു പോകില്ലെന്ന് ദൈവം തീരുമാനമെടുത്തത് നോഹയുടെ ആരാധനയാണ്. എന്തിനാണ് എല്ലാ ദിവസവും ഒന്ന് ആരാധിക്കുന്നത്? ആരാധന ദൈവം തീരുമാനങ്ങൾ പുതുക്കുന്ന സമയങ്ങളാണ്. അതുകൊണ്ട് ഭക്തിയോടെ നമുക്ക് ഈ മാസം യേശുവിനെ ആരാധിക്കാം. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്.
is all I need. He is all I need. He is all I need. Jesus is all I need. He is all I need. He is all I need. Jesus is all I need. He is all I need. He is all I need. Jesus is all I need. ഈ പുതിയ മാസവും നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പാർട്ട് 1 ചിന്തിച്ചതിൻ്റെ പിന്തുടർച്ചയാണ് ഇന്നും. അതായത് യേശു ലാസറിനെ ഉയർപ്പിച്ച ഏറ്റവും വലിയ അത്ഭുതത്തിന് മുമ്പ് എന്തൊക്കെ ചെയ്തു? ഒന്ന്, യേശു വൈകി. യേശു ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആ വീട്ടിൽ ഒരു അത്ഭുതം യേശു പെട്ടെന്ന് ചെയ്തില്ല, യേശു വൈകിച്ചു കാര്യങ്ങൾ. അതിനു മുമ്പ് എന്തിനാണ് യേശു വൈകിച്ചത്? ഒന്ന്, യേശുവിനെ പ്രാർത്ഥിക്കാൻ. 2, ശിഷ്യന്മാരെ കൂടുതൽ വിശ്വാസവീരരാക്കി മാറ്റാൻ. അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്. ഇന്ന് നമ്മൾ പറയുന്നത് മാർത്തയെയും മറിയയെയും വിശ്വാസത്തിൽ നിറക്കണം. മറിയോട് ഒത്തിരി വിശ്വാസം യേശു പറയുന്നില്ല. മാർത്ത ആണ് യേശുവിനെ കാണാൻ ഓടി വന്നത്. യേശു വീട്ടിലോട്ട് പോയില്ല. യേശു വരുന്ന വഴിയിൽ തന്നെ മാർത്ത ഓടിച്ചെന്നു. ചെന്ന വഴി തന്നെ, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ല. ഉടനെ യേശു മാർത്തയോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവൻ, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അപ്പോൾ അവൾ പറഞ്ഞു, ശരിയാണ്, ഇപ്പോഴും നിനക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും. അപ്പോഴാണ് യേശു പറഞ്ഞത്, ഞാൻ തന്നെയാണ് പുനരുത്ഥാനം ജീവൻ, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഉടനെ അവൾ, ഒടുക്കത്തെ പുനരുത്ഥാനത്തിൽ ഉയർക്കുമെന്ന് എനിക്കറിയാം. അതിൻ്റെ അർത്ഥം ഇപ്പം നടന്നില്ലെങ്കിലും ഒരിക്കൽ നടക്കും. ഇത് സാധാരണ വിശ്വാസിയുടെ വിശ്വാസമാണ്. ഇപ്പോൾ ഉയർക്കുമെന്നുള്ള ഒരു വിശ്വാസമാണ് ഇപ്പോൾ യേശു കർത്താവ് മാർത്തയ്ക്ക് കൊടുക്കുന്നത്. ആ ഒരു വിശ്വാസത്തിലേക്ക് അവരെ പണിതെടുക്കുകയാണ്. അതാണ് യോഹന്നാൻ 11:17 മുതൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്. അവൾ പറയുകയാണ് 24, ഒടുക്കത്തെ പുനരുത്ഥാനത്തിൽ നടക്കും. യേശു പറഞ്ഞു, മറിയേ, ഇപ്പോഴും അത് നടക്കും. എന്നിൽ വിശ്വസിക്കുന്നവൻ അവൻ, യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്ന ആരും ഒരു നാളും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ? അപ്പോൾ മറിയ വന്നിട്ടില്ലെന്ന് ഓർക്കണം. അങ്ങനെ മാർത്തയെ പണിതുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഏറ്റവും ഒടുവിലും പറയുന്നുണ്ട്, കർത്താവെ, നാറ്റം വെച്ചു എന്ന് കല്ലുരുട്ടി മാറ്റാൻ യേശു പറയുമ്പോൾ മാർത്ത പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം മാർത്തയുടെ അകത്തോട്ട് വിശ്വാസം ഇടിച്ച് കയറുന്നില്ല. എന്നാൽ മറിയ വരുന്നൊരു വരവുണ്ട്. മറിയ വന്നിട്ട് നേരെ കാൽക്കൽ വീണെന്ന്, അതായത് ആരാധിച്ചു എന്നാണ്. മാർത്ത വന്നിട്ട് ഈ ആരാധനയൊന്നുമില്ല, കുറേ പരാതികളാണ്. എന്നാൽ മറിയ വന്നിട്ട് കാൽക്കൽ വീണ് ആരാധിച്ചു. യേശുവിനെ അറിയാം, യേശു മനുഷ്യനല്ലെന്നറിയാം, സാക്ഷാൽ ദൈവമാണ്, മശികയാണ് എന്ന് ഈ വ്യക്തിക്ക് മറിയക്കറിയാം. അതുകൊണ്ട് അവൾ ആ കാൽക്കൽ ഇരുന്നത്. ഇപ്പോൾ കാൽക്കൽ വീണു. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ. മാർത്ത പറഞ്ഞ അതേ ഡയലോഗ് തന്നെ പറഞ്ഞു. ഇവരെ രണ്ടുപേരെയും കർത്താവ് ബലപ്പെടുത്തുക. മാത്രമല്ല, മറിയയുടെ കരച്ചിൽ കണ്ടിട്ട് യഹൂദന്മാർ കരയുന്നു,
മറിയെ യഹൂദന്മാർ കരയുന്നത് കണ്ടിട്ട് യേശു കരയുന്നു. യേശു കരയേണ്ട വല്ല ആവശ്യമുണ്ട്? യേശുവിനെ അറിയാലോ, താൻ ഉയർപ്പിക്കാനാണ് പോകുന്നത്. എല്ലാവരും കരയും, യേശുവിന് ചിരിച്ചുകൂടെ? പോരാ. യേശു വികാരങ്ങളുള്ളവനാണ്. നമ്മുടെ കർത്താവ് നമ്മുടെ വേദനകളിൽ സഹതാപം കാണിക്കുന്ന കരുണയുടെ ഉറവിടമാണ്. യേശു കരഞ്ഞു. ബൈബിളിൽ ഏറ്റവും ചെറിയ വാക്യം ജീസസ് വെപ്റ്റ്. യേശു കണ്ണുനീർ വാർത്തു. മലയാളത്തിലെ കൂടി, ഇംഗ്ലീഷിൽ ജീസസ് വെപ്റ്റ്. യേശു കരഞ്ഞു. ഭയങ്കര ഉള്ളം നൊന്ത് കലങ്ങിയത്. അവനെ വെച്ചത് എവിടെ? മാർത്തയോട് സംസാരിക്കുമ്പോൾ യേശു അങ്ങനെ ലാസറിനെ വെച്ച സ്ഥലം ഏതാണെന്ന് പോലും ചോദിക്കുന്നില്ല. അവിടെ നിന്ന് ഡയലോഗ് പറയുകയാണ്, കാര്യങ്ങൾ പറയണം, അവളെ തിരുത്തുകയാണ്. അങ്ങനെയല്ല. മറിയുടെ കരച്ചിൽ അവളുടെ ഉള്ളത്തെ തകർത്ത് കളഞ്ഞു. അവളുടെ ആ കാൽക്കലുള്ള വീഴ്ചയും നിലവിളിയും എല്ലാം യേശുവിനെ തകർത്തു. അവനെ വെച്ചത് എവിടെ? അങ്ങനെ കല്ലറക്കൽ ചെന്നു, കല്ലുരുട്ടി മാറ്റാൻ പറയുന്നു. ഉടനെ മാർത്ത ഇടക്കേറി, കർത്താവേ ഭയങ്കര നാറ്റമാണ്, ഈ കണ്ടീഷനിൽ അവനെ പുറത്തു കൊണ്ടുവന്നാൽ ഞങ്ങൾ നാറും, നാട് നാറും. യേശു ഒരു കാര്യത്തിൽ ഇടപെട്ടാൽ നാറ്റ കേസുകൾ മാറിപ്പോകും. ഇന്നിത് കേൾക്കുന്ന ഓരോ വ്യക്തികൾ അറിയണം, യേശു ഒരു കാര്യത്തിൽ ഇടപെട്ടാൽ ദേശത്ത് നിന്ന് നാറ്റം മാറിപ്പോകും. ഇന്നലെ നമ്മൾ ചിന്തിച്ചു ശിഷ്യന്മാരുടെ വിശ്വാസം വലുതാക്കണം. ഇന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ വീട്ടിലുള്ളവരുടെ വിശ്വാസം, മാർത്തയുടെ മറിയുടെ വിശ്വാസം സജീവമാക്കണം. മാത്രമല്ല ചുറ്റും കൂടിയിരിക്കുന്നവരുടെ വിശ്വാസം അതിനെ സജീവമാക്കണം. അതുകൊണ്ടാണ് യേശു അവിടെ 42-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നീ എപ്പോഴും പിതാവേ എൻ്റെ അപേക്ഷ കേൾക്കുന്നെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു, എങ്കിലും നീ എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു. ഇതിനു വേണ്ടിയാണ് യേശു വന്നത്. മൂന്നാമത്, ചുറ്റും കൂടിയവരും വിശ്വസിക്കണം. വിശ്വാസമാണ് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്, വലിയ മാറ്റങ്ങൾ. വിശ്വാസത്തെ കുത്തി നിറക്കുക. ഒരു സംഭവത്തിലൂടെ, അതിൻ്റെ വിടുതലിലൂടെ കേൾക്കുന്ന കാണുന്ന ജനങ്ങൾക്കെല്ലാം വിശ്വാസം ഉണ്ടാകണം. അതിനാണ് യേശു ഒരു അപ്പോസ്തലനായി ദൈവത്താൽ അയക്കപ്പെട്ടത്. അപ്പൊ എല്ലാവരെയും വിശ്വാസത്തിലേക്ക് നയിക്കുക. റോമാലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൽ ഞാനൊരു വാക്യം നിങ്ങളെ കേൾപ്പിക്കാം. അതിൽ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത് 1-ാം വാക്യത്തിൽ, റോമർ 1:1, ദൈവം തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശു ക്രിസ്തുവിൻ്റെ ദാസനുമായ പൗലോസ്, ദൈവത്തിൻ്റെ പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധരായ എല്ലാവർക്കും എഴുതുന്നത്. ദൈവത്താൽ മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഒരു അപ്പോസ്തലനാണ് ഞാൻ. ദൈവത്താൽ അയക്കപ്പെട്ടവനാണ്. എന്തിനാണ്? അവിടെ വായിക്കുന്നുണ്ട് 6-ാം വാക്യത്തിൽ, ഞങ്ങൾ അവൻ്റെ നാമത്തിനായി സകല ജാതികളുടെ ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചു. ഞങ്ങൾ അപ്പോസ്തലത്വം പ്രാപിച്ചതാണ്. വിശ്വാസത്തിന് അനുസരണം വരുത്തണം. വിശ്വസിക്കാത്തവരെ പോലും വിശ്വാസമുള്ളവരാക്കി മാറ്റണം. ചിലർ വിശ്വസിച്ചില്ല, കാലിലെ പൊടിയും തട്ടിപ്പോകാൻ യേശു പറഞ്ഞു, അത് മറ്റൊരു കാര്യം. എന്നാൽ കഴിവിൻ്റെ പരമാവധി നമ്മുടെ മുൻപിൽ വരുന്നവരെ വിശ്വാസത്തിലേക്ക് നയിക്കണം. വിശ്വാസത്തിൻ്റെ അനുസരണത്തിലേക്ക്, വിശ്വാസത്തിലേക്ക് അവരെ കൊണ്ടുവരണം. അതിനുള്ള കൃപയും അപ്പോസ്തലത്വവും പൗലോസ് പ്രാപിച്ചത്. യേശു ഇപ്പോൾ ശിഷ്യന്മാർക്ക് വിശ്വാസം കൊണ്ടുവരികയാണ്. മാർത്തയ്ക്കും മറിയയ്ക്കും വിശ്വാസം കുത്തി നിറയ്ക്കുകയാണ്. അവിടെ വന്നിരിക്കുന്ന യഹൂദന്മാരെന്ന് പറഞ്ഞാൽ യേശുവിനെ കല്ലെറിയാനായിട്ട് പദ്ധതിയിട്ടവരാണ്. അവരെ പോലും വിശ്വാസ വീരരാക്കി കർത്താവ് മാറ്റുകയാണ്. പിന്നീട് നമ്മൾ വായിക്കുന്ന 12-ാം അധ്യായത്തിൽ 10-ാം വാക്യം മുതൽ, അവൻ ഹേതുവായി, അതായത് ലാസർ ഉയർത്തതിന് ഹേതുവായി അനേക യഹൂദന്മാർ ചെന്ന് യേശുവിൽ വിശ്വസിക്കിയാൽ
ലാസറിനെയും കൊല്ലണമെന്ന് യഹൂദന്മാർ മഹാപുരോഹിതന്മാർ ആലോചിച്ചു. ഇപ്പോൾ യേശു നിമിത്തമല്ല ആൾക്കാർ വിശ്വസിക്കുന്നത്. യേശു ചെയ്ത അത്ഭുതം ലാസർ ഉയർത്തു. ലാസർ ഉയർത്തത് നിമിത്തം എല്ലാവരും യേശുവിനെ വിശ്വസിക്കാൻ തുടങ്ങി. നേരത്തെ ഒരു കല്ലെറിയാൻ നിന്നവരാണ്. നമ്മെ കല്ലെറിയാൻ നിൽക്കുന്നവരെ പോലും, കല്ല് പോലെയുള്ള ഹൃദയങ്ങളെ പോലും അലിയിക്കുന്ന ചില പ്രവർത്തികൾ ദൈവത്താൽ അയക്കപ്പെട്ട നമ്മിലൂടെ ഉണ്ട്. ഈ ഒക്ടോബർ മാസം ഏത് കല്ലിച്ച ഹൃദയമുള്ളവരെ ഉരുക്കി പണിയാൻ കഴിയുന്ന ദൈവപ്രവർത്തികൾ കാണാൻ പോവുകയാണ്. ഒരമ്മ ഉദരത്തിൽ ചുമന്ന കുഞ്ഞിനെ 10 മാസം പ്രസവിക്കുന്നത് പോലെ ഈ മാസം ഒരിക്കലും കാണാത്ത ചില വിടുതലുകൾ, ഡെലിവറികൾ നടക്കാൻ പോവുകയാണ്. ആമസോൺ ഡെലിവറി മാത്രമല്ല, എല്ലാ വിഷയത്തിലും ഒരു ഡെലിവറൻസ്, ഒരു ഡെലിവറി നമ്മൾ കാണാൻ പോവുകയാണ്. അനേക വിവാഹങ്ങൾ നടക്കും, അനേക കുഞ്ഞുങ്ങളുടെ ഭാവി വഴികൾ തുറക്കും, അനേകർക്ക് ജയമുണ്ടാകും, പുതിയ സ്റ്റെപ്പുകൾ വെക്കാൻ പോവുകയാണ്. വീട് പണിയുള്ള ബന്ധത്തിൽ ഒത്തിരി സാമ്പത്തിക വഴികൾ തുറക്കുന്നത് കാണും. ഒരിക്കലും തുറക്കാത്ത വാതിലൊക്കെ തുറന്നു വരുന്നത് കാണും. അത്ഭുതങ്ങളുടെ ഒരു മാസമായി ഈ മാസം കർത്താവ് ചെയ്യാൻ പോവുകയാണ്. യഹൂദന്മാർ ലാസർ നിമിത്തം യേശുവിലേക്ക് തിരിഞ്ഞു. അതിനു മുമ്പ് യേശു ഒന്ന് വില മുടക്കി. ഈ യഹൂദന്മാരുടെ വിശ്വാസം അവരിൽ ഉണ്ടാകേണ്ടതിനെ ലാസറിന്റെ കല്ലറക്കൽ നിന്നുകൊണ്ട് യേശു പിതാവിനോട് പറഞ്ഞു, പിതാവേ, നീ എന്നെ അയച്ചു എന്ന്, നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഇവരൊന്ന് അറിയട്ടെ. ഞാനും നീയും തമ്മിലുള്ള ബന്ധം ഇവരൊന്ന് അറിയട്ടെ. നീ എന്നെ അയച്ചതാണെന്ന് ഇവരൊന്ന് അറിയട്ടെ. ആ ഒരു പ്രവൃത്തിയാണ് ഈ യഹൂദന്മാർ ദേശത്ത് വിടുവിക്കപ്പെടാൻ കാരണം. അതുകൊണ്ട് ഏറ്റവും ഒടുവിൽ ഈ മഹാപുരോഹിതന്മാരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. 12:18 അവൻ ഈ അടയാളം ചെയ്ത പ്രകാരം പുരുഷാരം കേട്ടിട്ട് അവനെ എതിരേറ്റ് ചെയ്യുന്നു. ആകയാൽ പരീശന്മാർ തമ്മിൽ നമുക്കൊന്നും സാധിക്കുന്നില്ലല്ലോ, ലോകം അവൻ്റെ പിന്നാലെയായിപ്പോയി. നമുക്കൊന്നും കഴിയുന്നില്ല. പാരമ്പര്യങ്ങളെല്ലാം പൊളിഞ്ഞു, പള്ളികളെല്ലാം പൊളിഞ്ഞു, പള്ളിപ്പരിപാടികൾ, പ്രോഗ്രാമുകൾ, മതം പൊളിഞ്ഞു. പകരം ഒരു മാർഗം ആരംഭിക്കുകയാണ്. വിശ്വാസത്തിൻ്റെ നായകൻ്റെ പുറകെ എല്ലാ ലോകം അവൻ്റെ പിന്നാലെ ആയിപ്പോയി. നമുക്കൊന്നും സാധിക്കുന്നില്ല. കർത്താവ് ചരിത്രങ്ങളെ ഉണ്ടാക്കിയവനാണ്. അന്നത്തെ വലിയ മതം യേശുവിൻ്റെ വിശ്വാസത്തിൻ്റെ ചലനങ്ങളുടെ മുമ്പിൽ തകർന്നടിഞ്ഞുപോയി. ഒരു ചീട്ട് കൊട്ടാരം കണക്കെ അതെല്ലാം തകർന്നടിഞ്ഞുപോയി. അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ബലശാലികൾക്ക് കൈക്കരുത്തില്ലാതെ പോയി. അപ്പോൾ എന്തൊക്കെയാണ് അവിടെ? ശിഷ്യന്മാരെ വിശ്വാസവീരരാക്കുന്നു, മാർത്തയും മറിയയും വിശ്വാസവീരയാക്കുന്നു. അതുകൂടാതെ അവിടെ ചുറ്റും കൂടിയിരിക്കുന്ന എല്ലാവരുടെ മേലും വിശ്വാസത്തിന് അനുസരണം വരുത്തുവാൻ ചില കാര്യങ്ങൾ പരസ്യമായി യേശു അവിടെ ചെയ്യുന്നു. ഇത് പറഞ്ഞിട്ടാണ് ലാസറെ പുറത്തു വന്ന് പറഞ്ഞത്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നേരിടേണ്ട പ്രശ്നങ്ങളെല്ലാം മറ്റുള്ളവർക്കൊരു വിശ്വാസമാക്കി തീർക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ അതിനേക്കാൾ വലിയ കാര്യമില്ല. സംഭവിച്ചതല്ല, ഒരു വലിയ കടക്കണി വന്നു, ഉടനെ സകല മാലയും ആഭരണം എടുത്ത് പണയം വെച്ച് ഇവിടുന്ന് മറിച്ച് അവിടെ കൊടുത്ത് ഉള്ളവരുടെയും കൂടി വിശ്വാസം കളയാതെ അവിടെ ഒരു വിശ്വാസത്തിൻ്റെ ചലനമുണ്ടാകാൻ ആ പ്രതികൂലത്തെ നമുക്ക് ഉപയോഗിക്കണം. പെട്ടെന്നൊരു രോഗം വന്നു, ദൈവത്തിൽ ആശ്രയിച്ച് അതൊരു അത്ഭുതമാക്കാൻ നമുക്ക് കഴിയട്ടെ. ആർക്കുമില്ലാത്തൊരു പ്രശ്നം നമ്മുടെ വീട്ടിൽ വന്നു, അത് പിന്മാറ്റത്തിൽ പോകാനല്ല, അനേകരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു അത്ഭുതമാക്കി മാറ്റാൻ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം, പ്രാർത്ഥിക്കാം. ഞാൻ വിശ്വസിക്കുന്നത് കേട്ട പലരുടെ ജീവിതത്തിൽ ഇത് നന്മയായി മാറും. യേശുവിൻ നാമത്തിൽ ഇത് കേട്ട എല്ലാ വീടുകളിൽ ഇന്ന് മുതൽ അത്ഭുതങ്ങളുടെ ഒരു പരമ്പര തന്നെ ആരംഭിക്കട്ടെ. 10ാം മാസം ഒരു കുഞ്ഞിനെ അമ്മ പ്രസവിക്കുന്നത് പോലെ നാളുകളായി പ്രാർത്ഥിച്ച് ചുമന്നുകൊണ്ട് നടന്ന ഭാരമേറിയ സ്വപ്നങ്ങൾ
ഇന്ന് മുതൽ അത് പുറലോകം കാണത്തക്ക രീതിയിൽ അബ്രഹാമിന് ഒരു ഇസഹാക്ക് ജനിച്ചതുപോലെ അത്ഭുതമായി തീരട്ടെ. അനുഗ്രഹിക്കും. സൗഖ്യങ്ങൾ ഇന്ന് മുതൽ ആരംഭിക്കട്ടെ. വിടുതലുകൾ നടക്കട്ടെ. കേൾക്കുന്നവരുടെ മേൽ ഇത് വിശ്വാസമായി തീരട്ടെ. സഭകൾ ആർത്തു വളരട്ടെ. പാരമ്പര്യങ്ങളിൽ നിന്ന് വിശ്വാസത്തിന്റെ മാർഗം കുതിച്ചുയരട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. വിശ്വസിക്കുക മാത്രം ചെയ്യുക. യേശുവിൻ്റെ ഒറ്റ ആഗ്രഹം ഈ ഒക്ടോബർ മാസം ബൈബിൾ വായിച്ച് വിശ്വസിച്ച് അത്ഭുതങ്ങളെ നമ്മൾ സ്വന്തമാക്കുക. അതിനുള്ള കൃപ നിങ്ങൾക്ക് ദൈവം തരട്ടെ. നാളെ ഇതേ സമയത്ത് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.